എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ കേരമീൻ തേങ്ങാപ്പാൽ കറിയാണ്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലിൽ വറ്റിച്ചെടുത്തിട്ടുള്ള ഈ ഒരു മീൻ കറി കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നോക്കാം ഈ ഒരു കറി തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന്. ഇതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ കേരമീനാണ് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ചേരുവകൾ കൂടി ഒന്ന് എടുത്തു വെക്കാം. മീൻ കറി തയ്യാറാക്കുമ്പോൾ പുളിയാണ് ആദ്യമേ വെള്ളത്തിലിട്ട് കുതിർത്തി വെക്കേണ്ടത്. അതിനുശേഷം നാളികേര പാലൊന്ന് പിഴിഞ്ഞു വെക്കണം. ഞാനിവിടെ ഒരു വലിയ മുറി നാളികേരമാണ് എടുത്തിട്ടുള്ളത്. ഇനി കറി തയ്യാറാക്കാനുള്ള മൺചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ചട്ടി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു നുള്ളു ഉലുവ ചേർത്തൊന്ന് പൊട്ടിച്ചതിന് ശേഷം 15 കൊച്ചുള്ളി കട്ട് ചെയ്തതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തതും 2 പച്ചമുളകും ആവശ്യത്തിനുള്ള കറിവേപ്പിലയും ചേർത്തൊന്നും മൂപ്പിച്ചെടുക്കാം. ആദ്യം എണ്ണയിലേക്ക് ഇഞ്ചിയാണ് ചേർക്കേണ്ടത്. കൂടെ തന്നെ കൊച്ചുള്ളി നല്ല സ്വർണ്ണ നിറത്തിലേക്കായി വഴണ്ടു വരണം. അതുവരെയാണ് വഴറ്റിയെടുക്കേണ്ടത്. ഈ ഒരു സമയത്ത് കറിക്ക് ആവശ്യമായ പൊടികൾ എടുത്തു വെക്കാം. മല്ലിപ്പൊടിയും മുളകുപൊടിയും കാശ്മീരി മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയും ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള അളവെല്ലാം നമ്മുടെ ഫുൾ വീഡിയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കൊച്ചുള്ളിയൊക്കെ നല്ല മുരിഞ്ഞു പാകമായി വന്നു. ഈ ഒരു സമയത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്നുകൂടി വഴറ്റുവാണ്. ഇപ്പോൾ നമ്മുടെ കൊച്ചുള്ളി നല്ലപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം പൊടികൾ ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. പൊടികൾ നല്ലവണ്ണം മൂത്ത് വന്നാൽ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ മുളക് പൊടിയൊക്കെ നല്ലതുപോലെ ഇളക്കി ഒന്ന് വറ്റിച്ചതിന് ശേഷം ബാക്കിയുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കറിക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർക്കണം. ഉപ്പും പുളിയൊക്കെ നല്ലതുപോലെ ഒന്ന് തിളച്ചൊന്ന് വറ്റി കിട്ടാനായിട്ട് നമുക്കൊന്ന് മൂടിയും കൂടെ വെച്ചു കൊടുക്കാം. 2 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ പുളിവെള്ളമൊക്കെ നല്ലപോലെ ഒന്ന് കുറുകിയ പാകത്തിലേക്കായി വന്നു. ഈ ഒരു സമയത്താണ് നമുക്കിതിലേക്ക് നാളികേരപ്പാല് ഒഴിച്ചു കൊടുക്കേണ്ടത്. 1/2 കിലോ മീന് ഒരു 300 മില്ലി അളവിലാണ് നാളികേരപ്പാല് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി ചാറൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. നല്ലോണം വെട്ടി തിളച്ച് കുറുകിയ പാകത്തിലേക്കായി വരുമ്പോഴാണ് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതും. ഈ ഒരു സമയത്ത് കറി നന്നായിട്ട് തിളച്ചു വന്നപ്പോൾ ഞാനൊന്ന് മൂടിയും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട്. 2 മിനിറ്റ് നേരം നല്ലപോലെ തിളച്ചു വന്നിട്ടുള്ള കറിയുടെ എണ്ണയെല്ലാം തെളിഞ്ഞു വന്നാൽ പിന്നെ നമുക്കിതിലേക്ക് മീൻ കഴുകി വൃത്തിയാക്കിയതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. മീൻ ചേർത്ത് കൊടുക്കുമ്പോൾ കൈകൊണ്ട് നല്ലതുപോലെ നെക്കി പിഴിഞ്ഞതിന് ശേഷമായിരിക്കണം ചേർക്കേണ്ടത്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ മീൻ കഷ്ണങ്ങൾ പൊടിയാതെ തന്നെ കറി തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. മീനും കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് തിളച്ചു വരാനായിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കാം. വീണ്ടും കറി ഒന്ന് വെട്ടി തിളച്ചൊന്ന് കുറുകിയ ഭാഗത്തിലേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫുൾ വീഡിയോ കണ്ട് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ കൂട്ടുകാർ.